ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. നമ്മള് വിശുദ്ധിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ആദ്യം വരുന്ന ചിന്ത ഇതാണ്: നമ്മുടെ ഈ ശരീരം പരിശുദ്ധമായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ലൈംഗികത നിർമ്മലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. ഇന്ന് സാത്താൻ ഏറ്റവും അധികം ദൈവജനത്തെ പാപത്തിലേക്ക്, ആസക്തികളിലേക്ക് നയിക്കുന്നത് ശരീരത്തിൻ്റെ മേഖലയിലാണ്. അവിടെ ശരീരത്തെയും ശരീരത്തിൻ്റെ വികാരങ്ങളെയും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ശരീരം, നമ്മുടെ ശരീരത്തിലെ പരിശുദ്ധമായ ലൈംഗികത, പരിശുദ്ധിയിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഇന്ന് ഈ ഒരു മേഖലയിൽ നമ്മുടെ യുവാക്കന്മാർ ഒത്തിരിയേറെ പാപത്തിൽ വീഴുന്നു. അവർ മാത്രമല്ല, അല്ലാത്ത ആളുകളും ധാരാളമായിട്ട് ഈ ഒരു മേഖലയിൽ, ലൈംഗികതയുടെ മേഖലയിൽ പാപത്തിലേക്ക് പോകുന്നുണ്ട്. ഞാനത് ഏറെ വിശദീകരിക്കുന്നില്ല. നിങ്ങൾക്കറിയാം ജഡത്തിൻ്റെ പാപങ്ങൾ, ലൈംഗികതയിൽ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തതയുണ്ട്. ഞാൻ പറയാൻ പോകുന്ന മേഖല ബൈബിളിൽ പറയുന്ന ചില കാര്യങ്ങൾ, അതേക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് ഒന്ന് ഓർപ്പിക്കുകയാണ് നിങ്ങളെ. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 10-ാമത്തെ വചനം: നീ ജനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കട്ടെ. 3-ാം ദിവസം അവർ തയ്യാറായിരിക്കണം. എന്തെന്നാൽ 3-ാം ദിവസം ജനം കാണുക കർത്താവ് സീനാമലയിൽ ഇറങ്ങി വരും. ഇവിടെ മോശ ജനത്തോട് പറയാണ്, 3 ദിവസം നിങ്ങൾ നല്ലതായിട്ട് വസ്ത്രമൊക്കെ അലക്കി കുളിച്ച് എല്ലാം റെഡിയാകണം. ഇത് ശരിക്കും ഒരു ശരീരത്തിൻ്റെ വിശുദ്ധിയെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. അത് വ്യക്തത കിട്ടുന്നത് 19-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം വരുമ്പോൾ പറയുന്നു: അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി. അവൻ ജനത്തോട് പറഞ്ഞു, 3 ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ. അത് കഴിഞ്ഞ് പറയുന്നത് ഇച്ചിരി ഗൗരവമുള്ളൊരു കാര്യമാണ്: ആരും സ്ത്രീയെ സമീപിക്കരുത്. കർത്താവ് 3-ാമത്തെ ദിവസം ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരാൻ പോകുക. മോശ ജനത്തോട് പറയുക, 3 ദിവസം നിങ്ങൾ നല്ലതായിട്ട് ഒരുങ്ങിയിരിക്കുക. വസ്ത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെടിപ്പാക്കി നല്ലതായിട്ട് ഒരുങ്ങിയിരിക്കുക. 3 ദിവസം ഒരുങ്ങിയിരിക്കുക. ഒരൊറ്റ മുന്നറിയിപ്പ് കൊടുക്കുക: ആരും സ്ത്രീയെ സമീപിക്കരുത്. ആരും സ്ത്രീയെ സമീപിക്കരുത്. എന്താ മോശ അങ്ങനെ പറഞ്ഞത്? സ്ത്രീ അശുദ്ധിയാണോ? സ്ത്രീയിൽ തന്നെ അശുദ്ധിയല്ല. പാപത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരമെല്ലാം അശുദ്ധമാവും. ലൈംഗികത അശുദ്ധമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർ അശുദ്ധരായിട്ട് മാറുക. പിന്നെ എന്തുകൊണ്ടാണ് മോശ പറഞ്ഞത് സ്ത്രീയെ സമീപിക്കരുത്? ദൈവത്തിന്റെ മഹത്വം സീനായ് മലയിൽ 3-ാം ദിവസം ഇറങ്ങി വരാൻ പോകുക. ഒറ്റ ഒരു പുരുഷനും സ്ത്രീയുടെ അടുക്ക പോകരുത്
എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മഹത്വം വരാൻ പോകുക, കർത്താവ് ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ മേൽ മഹത്വം ഇറങ്ങാൻ പോകുക. നിന്റെ ശരീരം, നിന്റെ മനസ്സ്, നിന്റെ ആത്മാവ്, നിന്റെ ലൈംഗികത പരിശുദ്ധമായിരിക്കണം. വ്യക്തമായ ചില ബോധ്യങ്ങള്, നിലപാടുകള് യേശുവിനെ കുറിച്ച് യേശുവിൻ്റെ ആത്മാവ് തന്നതനുസരിച്ച് എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. എനിക്ക് ആരോടും അങ്ങനെ ഈ വലിയ ഒരു ഒരു കണക്ഷൻ അങ്ങനെയൊന്നുമില്ല. എല്ലാവരുടെ സ്നേഹമാണ്. തിരിച്ച് സ്ത്രീകളുമായിട്ട് ഒരു കണക്ഷനുമില്ല. ഹല്ലേലൂയ. എന്നിട്ട് ഇഷ്ടമില്ലെന്നല്ല, എല്ലാവരും എനിക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്. എത്രയോ പേര് എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു, സ്നേഹിക്കുന്നു. അതിനപ്പുറം നോ കണക്ഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. മഹാവിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പുണ്യവാൻ ഭയങ്കര വിശുദ്ധനാ. ശരിക്കും പറഞ്ഞാൽ ഞാൻ 88 ധ്യാനം കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് ഫ്രാൻസിസ് അസീസി പുണ്യവാനെ കുറിച്ചുള്ള ഒരു പുസ്തകം എൻ്റെ തന്നു. ഞാൻ ആ പുസ്തകം ഇരുന്ന് വായിച്ചു. എനിക്ക് തീ പിടിച്ചു. ശരിക്കും ഒരു ഭയങ്കര ഒരു പുസ്തകമായിരുന്നു. അത് വായിക്കുന്നവരും തീയായി മനസ്സിലാവും. വായിച്ചപ്പോൾ ആ വിശുദ്ധൻ ചെറുപ്പക്കാരായിരുന്നപ്പോൾ ഉഴപ്പി കാണുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കർത്താവിനെ അറിഞ്ഞു. അങ്ങോട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വളരുകയാണ്. ഈ വിശുദ്ധന് കയറി കാടിനകത്തൊക്കെ പോയി എന്നിട്ട് വിളിച്ച് നിലവിളിക്കും, യേശുവേ ഞാൻ പാപിയെ, എന്നോട് കരുണയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കും. ഒരു ദിവസം ജഡത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോൾ, അതായത് ജഡത്തിന് ആസക്തികളും തിന്മകളൊക്കെ വന്നപ്പോൾ ഈ പുണ്യവാൻ എന്നാ ചെയ്തു? ഒച്ചത്തി പറ. ഈ പുണ്യവാൻ റോസപ്പുള്ളിൻ്റെ പുറത്ത്, റോസച്ചെടിയാ, അങ്ങോട്ട് വീണ് കിടന്നിട്ട് ഉരുണ്ട ശരീരമെല്ലാം കീറി മുറിഞ്ഞ് ചോര വരാൻ തുടങ്ങി. എന്തൊരു മണ്ടത്തരമായി കാണിച്ചല്ലേ ഫ്രാൻസിസ് അസീസി പുണ്യം കാണിച്ചൊരു മണ്ടത്തരം. ആ റോസറ്റയുടെ മണ്ടെല്ലാം കടന്ന് ഉരുണ്ട് ശരീരമെല്ലാം കീറി മുറിഞ്ഞു വേദന. അതായത് ജഡത്തിൻ്റെ ആസക്തിയെ കീഴ്പ്പെടുത്തുവാൻ ആ മഹാവിശുദ്ധൻ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് നമ്മൾ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തുകൊണ്ട് പോഷിപ്പിക്കേണ്ട, വലിയ പ്രാധാന്യമൊന്നും ഇതിന് കൊടുക്കണ്ട. ഇതിന് വലിയ പ്രാധാന്യം കൊടുത്താലും എത്ര സുന്ദരമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചാലും ഒരു ദിവസം മരിക്കും, കുഴി കൊണ്ടുവെക്കും, പിന്നെ ഈ ശരീരം പുഴു തിന്നും. ഹല്ലേലൂയ. ഈ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ, ചിലരുടെയൊക്കെ കാലിലൊക്കെ സ്വർണ്ണ കൊലുസൊക്കെ ഉണ്ട്, കഴുത്തിൽ മാറി, ഒന്നും പറയണ്ട, എന്തോ ആട്ടെ, ഈ നല്ല സുന്ദരമായ ഈ ശരീരം പുഴു തിന്നും കേട്ടോ. വേദനയൊന്നും എടുക്കത്തില്ല, പുഴു തിന്നാലും വേദനയൊന്നും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശരീരത്തെ ഒത്തിരി തൃപ്തിപ്പെടുത്തുന്ന പരിപാടിക്ക് ആരും പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ മോശ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ്. കൊടുത്ത നിർദ്ദേശം ഇതാ: 3 ദിവസം നിങ്ങൾ ഒരുങ്ങിയിരിക്കുക, പുരുഷന്മാർ സ്ത്രീകളെ സമീപിക്കരുത്. ശക്തമായ ഒരു നിലപാട് ദൈവത്തിൻ്റെ പ്രവാചകൻ തൻ്റെ ജനത്തിന് കൊടുക്കുകയാ. ഇവിടെ വിവാഹ ജീവിതം നയിക്കുന്ന അനേകരുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ എന്തു തോന്നിവാസവും ലൈംഗികതയിൽ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. മോശമായ ബ്ലൂ ഫിലിം ഒക്കെ ഭാര്യയും ഭർത്താവ് ഒന്നിച്ചിരുന്ന് കണ്ടിട്ട് വൃത്തികെട്ട കാര്യങ്ങൾ നടത്തുന്നവരുണ്ട്. അവർക്കൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്ഥിതി എന്തായിരിക്കും? അണലി പ്രസവിച്ചാൽ അണലിയുടെ കുഞ്ഞെന്ന് പറഞ്ഞ പോലെ ആസക്തികൾ നിറഞ്ഞ മനുഷ്യന് ജനിക്കുന്ന കുഞ്ഞ് ആസക്തിയുടെ കുഞ്ഞുങ്ങൾ തന്നെയായിരിക്കും. ഹല്ലേലൂയ. ശരീരത്തിൻ്റെ വിശുദ്ധിക്ക്, ലൈംഗികതയുടെ വിശുദ്ധിക്ക് വലിയ പ്രാധാന്യം വിശുദ്ധ ബൈബിൾ കൊടുക്കുന്നു. അത് എല്ലാവർക്കും ബാധകമാണ്. വൈദികർക്കും സിസ്റ്റേഴ്സിനും അൽമായർക്കും കുടുംബസ്ഥർക്കും യുവതിവാക്കന്മാർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ്. ആര് വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നുവോ, വിശുദ്ധി നഷ്ടപ്പെടുത്തുന്നവർ ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ ബന്ധത്തെ തകർത്ത് നിങ്ങൾ പുറത്തു പോകുക. വിശുദ്ധിക്ക് എതിരായിട്ട് പാപം ചെയ്യുന്നവർ ഓർത്തുകൊള്ളുക, കർത്താവിന് നിങ്ങളുമായിട്ട് ബന്ധമില്ല. കാരണം അവിടുന്ന് പരമപരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ ആ ദൈവത്തോട് നിങ്ങൾക്ക് ബന്ധമുണ്ടാകണമെങ്കിൽ ഈ ശരീരം പരിശുദ്ധമായിരിക്കണം, നിർമ്മലമായിരിക്കണം. ലൈംഗികത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. തോന്നിവാസം കാണിക്കാനല്ല. ലൈംഗിക വൈകൃതങ്ങളും ലൈംഗിക അരാജകത്വങ്ങളും മ്ലേച്ഛതകളും തിന്മകളും നമ്മുടെ സമൂഹത്തിൽ നിന്നും കണ്ടുവാനുണ്ട്. ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരാൻ പോകുന്നു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ആത്മാവ്, ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം നിന്റെ ഉള്ളിൽ വസിക്കുന്നു. പഴയ നിയമ കാലഘട്ടത്തില് വാഗ്ദാന പേടകത്തിൽ ദൈവത്തിന്റെ മഹത്വം ആവസിച്ചുവെങ്കിൽ ഇന്ന് വാഗ്ദാന പേടകങ്ങൾ ഞാനും നിങ്ങളുവാ. പരിശുദ്ധ കന്യകാമറിയം യേശുവിനെ വഹിച്ച ആദ്യത്തെ വാഗ്ദാന പേടകമാണെങ്കിൽ നമ്മൾ ദൈവത്തെ വഹിക്കുന്ന വാഗ്ദാന പേടകങ്ങളാ. ഈ ശരീരം ദുർബലമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. അങ്ങനെ ആയിക്കഴിയുമ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാവോ? നീ പറയുന്നത് നടക്കും. നീ തൊട്ടാൽ രോഗശാന്തിയാ, നിന്റെ നിഴലടിച്ചാൽ രോഗശാന്തിയാ. നീ പറയുന്ന പോലെ സംഭവിക്കും. വിശുദ്ധന്മാരൊക്കെ വിശുദ്ധരായെങ്കിൽ അവരൊക്കെ നന്നായിട്ട് വില കൊടുത്തിട്ടാണ് വിശുദ്ധരായത്. കട്ടിലേ കിടന്ന് സുഖമായിട്ട് 4 നേരം ഭക്ഷണം കഴിച്ച് കട്ടിലേ കിടന്ന് ഉറങ്ങി ടിവിയും കണ്ടൊന്നും ആരും ഇന്നുവരെ വിശുദ്ധരായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങളൊക്കെ അനുഭവിച്ച്, ജഡത്തിൻ്റെ സുഖമൊക്കെ അനുഭവിച്ച് 4 നേരത്തിന് 6 നേരവും ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് 12 മണിക്കൂറും കിടന്നുറങ്ങിയിട്ട് വിശുദ്ധരാകാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. എത്രമാത്രം ദൈവത്തോടു കൂടെ ആയിരിക്കാമോ, എത്രമാത്രം ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യാമോ, യേശുവിന് വേണ്ടി പ്രവർത്തിക്കാമോ, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ശരീരത്തിൽ കൊടുക്കുന്ന വില തന്നെ. സഹനങ്ങൾ ഒരുവരെ കർത്താവ് ഈ ശരീരത്തെ എന്ത് വേദന എന്നാലും സന്തോഷമുള്ളൂ. ഇന്നലെ ഞാൻ രാത്രിയിൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കാലിനെ മുട്ടിനടി മേലെ കംപ്ലീറ്റ് 2 കാലും ഫുള്ള് നീരാണ്. മിക്കവാറും ഭയങ്കര നീരാണ്, ചിലപ്പോൾ ഭയങ്കര വേദനയാണ്. ചിലപ്പോൾ ഈ 2 കാലിലൊക്കെ മസിൽ അങ്ങോട്ട് കയറി രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഒറ്റക്കിരുന്ന് മണിക്കൂറുകൾ തിരുമും. ചിലപ്പോൾ വിരലൊക്കെ ഇങ്ങനെ കൊച്ചിട്ട് കാലിങ്ങനെ അകത്തോട്ട് ഇങ്ങനെ വളഞ്ഞു പോകും. 2 കാലുകളും മണിക്കൂറുകൾ വേദനയാണ്. ഞാൻ കർത്താവിന് നന്ദി പറയും. ഇങ്ങനെ തിരുമ്മി തിരുമ്മി ഇരിക്കും, ഒരു പരാതിയില്ല. ഞാൻ പറയും കർത്താവ് വേദന തരണമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. കർത്താവ് വേദന തരണം. കാരണം എൻ്റെ ഈ ഒരു കാലിന് വേദന ഉണ്ടാകുമ്പോൾ ഞാൻ പറയും കർത്താവേ, ഒരു തളർവാദ രോഗിയുടെ കാല് ഈ വേദനയ്ക്ക് ഞാൻ സമർപ്പിക്കുന്നു, സൗഖ്യം കൊടുക്കണം. എനിക്ക് അത്ഭുതം തോന്നി. ഈ കഴിഞ്ഞ ദിവസം മിനിയാന്ന് വൈകിട്ട് സങ്കടം തോന്നി കേട്ടോ. ഒരു വ്യക്തി എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, 30-35 വയസ്സായി, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, വിവാഹം നടക്കും. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ശരി, പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ പല്ലുവേദന മാറാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്താ പറയുന്നത്? പല്ലുവേദന മാറാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ അത്ര ഒരു കുഞ്ഞു കാര്യം പറയുമ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്നും പറഞ്ഞില്ല, തലയിൽ കൈ വെച്ചു. പല്ലുവേദന മാറാനും വിവാഹം നടക്കാനും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്താണ് കാൽമുട്ടിൻ്റെ വേദന വന്നു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി അല്പമൊന്നും സഹിച്ചുകൂടെ? നടുവിനൊരിച്ചിരി വേദന, അല്ലെ കൂടിയ ഡിസ്ക് പോയതൊക്കെയാണെങ്കിൽ സാരമില്ല, അന്നേരം കർത്താവ് സൗഖ്യപ്പെടുത്താൻ. ഒരു ചെറിയ നടുവേദനയോ കൈവേദനയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ കർത്താവിൻ്റെ സഹനത്തോട് ഉയർത്തൊന്ന് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിക്കാനൊക്കെ നമ്മൾ ആത്മാവിൽ വളരേണ്ടിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു സൗഖ്യം തരും കേട്ടോ. ഏത് വേദനയും കർത്താവ് മാറ്റും. എന്നാലും നമുക്ക് ഒരു പടിയും കൂടെ ഒന്ന് കയറി നിൽക്കണം ആത്മീയ ജീവിതത്തിൽ. വേണ്ടേ? വേണം. കുറച്ചൊക്കെ ഒന്ന് സഹിക്കാനൊക്കെ ഉള്ളൊരു മനസ്സ്, ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനാണ്. പരിശുദ്ധനാവുക, പരിശുദ്ധനാവുക, പരിശുദ്ധനാകുക, പരിശുദ്ധനാകുക, പരിശുദ്ധനാകുക. ഇത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ചിന്തപ്പെടണം. എനിക്കൊരു പരിശുദ്ധനാകണം. പരിശുദ്ധിയിൽ നിന്ന് പരിശുദ്ധിയിലേക്കുള്ള ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കണം, അതിനുവേണ്ടി പ്രയത്നിക്കണം, അതിനുവേണ്ടി നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. മറ്റൊരു വചനം കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 14:4. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളാണ്, അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യഫലമായി മനുഷ്യനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല, അവർ നിഷ്കളങ്കരാണ്. അവിടെ പറയുന്നു അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളാണ്. അവർ ബ്രഹ്മചാരികളാണ്. കുടുംബ ജീവിതത്തില് ബ്രഹ്മചര്യത്തിന് പ്രാധാന്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരം കൊടുക്കാൻ പറ്റണം. കുടുംബ ജീവിതത്തിലും നമുക്ക് ശരീരത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ നിയന്ത്രണം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിവാസവും ആകാം എന്ന് നമ്മൾ വിചാരിക്കരുത്. വിവാഹ ജീവിതത്തിലേക്ക് വന്നാലും ഒരു വിശുദ്ധനെ പോലെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വിറ്റ്സർലൻഡിലെ മധ്യസ്ഥനായ ഒരു വലിയ വിശുദ്ധനുണ്ട്, വിശുദ്ധ ബ്രൂദർ ക്ലൗസ്. 2004 ഞാൻ സ്വിറ്റ്സർലൻഡിൽ ധ്യാനത്തിന് പോയപ്പോൾ എൻ്റെ സംഘാടകർ വിശുദ്ധ ബ്രൂദർ ക്ലൗസ് ജനിച്ച് വളർന്ന് താമസിച്ച ആ വീട്ടിലും അദ്ദേഹം താമസിച്ച ഒരു ഗുഹയൊക്കെയുണ്ട്, അവിടെയൊക്കെ എന്നെ കൊണ്ടേ കാണിച്ചു. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് സ്വിറ്റ്സർലൻഡ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യമാണ്. അപ്പോൾ അവരെന്നെ അവിടെ കൊണ്ടുവന്നു. ആദ്യമേ ഒരു വലിയ മുട്ടക്കുന്ന് പോലെ ഒരു സ്ഥലമാണ്, എല്ലാം പുല്ല് പിടിച്ച് നല്ല മനോഹരം. അപ്പോൾ ഒരു പഴയ വീട്, ആ പഴയ വീട്ടിൽ കയറി ഈ വിശുദ്ധൻ താമസിച്ച വീടാണ്. അതായത് പണ്ട് ആ വിശുദ്ധൻ ജീവിച്ചിരുന്ന കാലത്ത് ആ ഒരു ഭാഗം മുഴുവൻ അദ്ദേഹത്തിൻ്റെ സ്വന്തമായി വലിയൊരു പ്രഭുവിനെ പോലെ ജീവിച്ച വ്യക്തിയാണ് ബ്രൂദർ ക്ലൗസ്. ഈ ബ്രൂദർ ക്ലൗസിന് ഭാര്യയുണ്ട്, 10 മക്കളുണ്ട്, ഭയങ്കര വിശുദ്ധനാണ്. അപ്പോൾ ആ നാട്ടിൽ ഏതു കാര്യത്തിനോ ഒരു തീരുമാനം വേണോ, ഈ വിശുദ്ധൻ്റെ അടുക്ക ചെന്ന് അവരെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ ബ്രൂദർ ക്ലൗസ് പറയുന്ന അവിടെ തീരുമാനം. അത്രമാത്രം മാന്യതയിൽ ജീവിച്ച വലിയ ഒരു വ്യക്തിയാണ് ബ്രൂദർ ക്ലൗസ്. ഭയങ്കര സമ്പന്നനുമായിരുന്നു, പ്രഭുവിനെ പോലെ ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ശക്തമായ ദൈവാനുഭവം ഉണ്ടായി, ശക്തമായ യേശു അനുഭവമുണ്ടായി. ദൈവത്തിൻ്റെ ഇടപെടൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാവുകയാണ്. 10 മക്കളുണ്ടായിരുന്ന ആ വിശുദ്ധനായ ബ്രൂദർ ക്ലൗസ് അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? അദ്ദേഹം താമസിച്ച ആ വീട്ടിൽ കുറേ വലിയ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇന്നും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്ത ഒരു ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, ആ ഭാര്യയുടെ കയ്യിൽ തോളിലൊരു കുഞ്ഞുണ്ട്, 2-3 കുഞ്ഞിനെ അടുത്തുനിന്ന് പണ്ട് കൊച്ചുകുട്ടികൾ, വേറെ കുഞ്ഞുങ്ങളല്ലാതെ ഒരു 10ഓളം കുഞ്ഞുങ്ങൾ. ഈ വിശുദ്ധൻ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു വലിയ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്, ഞാനത് കാണുന്നുണ്ട്. സംഭവം എന്താണെന്നറിയാമോ? 10 മക്കൾക്ക് ജന്മം നൽകി വളർത്തിയ ആ വിശുദ്ധന് ശക്തമായ ഒരു ദൈവാനുഭവം ഉണ്ടായി. അദ്ദേഹം തൻ്റെ ഭാര്യയെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് ഒരു താപസനെ പോലെ ജീവിക്കുവാൻ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും യാത്ര പറഞ്ഞ് അദ്ദേഹം ഇറങ്ങുകയാണ്. അദ്ദേഹത്തിന് ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. അവിടെ നിന്ന് പിന്നെ ഞാൻ നടന്നിങ്ങനെ കുറേ നടന്നപ്പോൾ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്, അതിൻ്റെ തീരത്ത് വലിയൊരു ഗുഹ, അവിടെ നിന്ന് ചെറിയൊരു പള്ളിയൊക്കെ ഉണ്ട്. അവിടെ 38 വർഷത്തോളം ഒരു താപസനെ പോലെ അദ്ദേഹം ജീവിച്ചു. പുറത്തു വരുന്നത് ഞായറാഴ്ച അവിടെ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുക്കും, മനസ്സിക്കും. എന്നിട്ട് ഉപവാസത്തിന് 38 വർഷത്തോളം അദ്ദേഹം ജീവിച്ചു മരിച്ചു. സ്വിറ്റ്സർലൻഡിൻ്റെ മധ്യസ്ഥനാണ് അദ്ദേഹം. 10 മക്കളുടെ അപ്പനാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പിതാവിനും വിശുദ്ധനാകാം, ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മയ്ക്കും വിശുദ്ധരായിട്ട് മാറാം. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈ ജഡത്തെ നിയന്ത്രിക്കുന്ന, ലോകത്തെ നിയന്ത്രിക്കുന്ന, ആസക്തികളെ നിയന്ത്രിക്കുന്ന വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കടന്നു പോകുന്ന ഒരു വിശ്വാസ ജീവിതമാണ്. നമ്മൾ അതിലേക്ക് വരേണ്ടത്. ഹല്ലേലൂയ. അണലി സന്തതികളെ, വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ളുക. നമ്മളിലേക്ക് കടന്നു വന്ന ആസക്തികളും തിന്മകളൊക്കെ നമ്മൾ വിട്ടുപേക്ഷിക്കണം. മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കണം. ഇവിടെ നമ്മൾ കണ്ടു, നിങ്ങൾ സ്ത്രീകളോട് ചേർന്ന് മലിനർ ആകരുത്, അവർ ബ്രഹ്മചാരികളാണ്. നമുക്കറിയാം, കത്തോലിക്ക സഭയിൽ വൈദികർക്ക് വിവാഹം അനുവദനീയമല്ല. കത്തോലിക്ക സഭയിൽ വൈദികർക്ക് വിവാഹം കഴിക്കുവാൻ അനുവാദമില്ല. അതായത് ഒരു വൈദികൻ പൂർണ്ണമായിട്ടും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു ബ്രഹ്മചാരിയായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ്. ഹല്ലേലൂയ. അബ്രഹാം ഇസ്ഹാക്കിനെയുമായിട്ട് ബലിക്ക് വേണ്ടി പോകുമ്പോൾ മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ബലിക്കുഞ്ഞാട് എവിടെ? ദൈവം തരും, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. ഞാൻ പറയും, ഓരോ വൈദികനും ബലിക്കുള്ള കുഞ്ഞാടാ. ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി ബലിയർപ്പിച്ച് 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 ബലിയായിത്തീരുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് ബ്രഹ്മചാരിയായ ഓരോ വൈദികനും. ഹല്ലേലൂയ.
മഹാവിശുദ്ധനായ ഫ്രാൻസിസ് അസിസി പുണ്യവാൻ പറഞ്ഞൊരു ഒരു വാക്കുണ്ട്, ഒരു വൈദികനും ഒരു മാലാഖയും എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ ആദ്യം എന്തു ചെയ്യും? ആ വൈദികൻ്റെ കൈകളിൽ ചുംബിക്കും. കാരണം ഓരോ ദിവസവും ക്രിസ്തുവിൻ്റെ ശരീര രക്തങ്ങൾ എടുക്കുന്ന ആ കരങ്ങൾ അത്രമാത്രം പരിശുദ്ധമാണെന്നാണ് ആ വിശുദ്ധൻ പറയുന്നത്. ഹല്ലേലൂയ. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർ ബ്രഹ്മചാരികളാണ്. അടുത്ത വചനം പറയുന്നു, അവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ. ബ്രഹ്മചാരികളെ പോലെ ജീവിക്കുന്നവരാണ് കുഞ്ഞാടിനെ അനുഗമിക്കുവാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ളവർ. അതായത് ഈ ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട്, അത് വൈദികനാണേലും സിസ്റ്റേഴ്സ് ആണേലും ആത്മാരാണേലും വിവാഹിതനാണേലും ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആരുമാവട്ടെ, ഈ ശരീരത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിച്ച് വിശുദ്ധി കാത്തു സൂക്ഷിച്ച് നീ ജീവിച്ചുവെങ്കിൽ മാത്രമേ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ കൂടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുവാൻ, അവൻ്റെ കൂടെ ഒന്നിച്ചായിരിക്കുവാൻ നിനക്ക് സാധിക്കത്തുള്ളൂ. വിശുദ്ധിയുള്ള മനുഷ്യരുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. ആ സാന്നിധ്യം അത്ഭുതമായിട്ട് മാറുന്നൊരു സമയമുണ്ട്. വിശുദ്ധിയിലേക്കുള്ള വളർച്ച അത് പടിപടിയായിട്ട് വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ വളർന്നു വരണം. അതിന് നമ്മൾ ശരിക്കും വില കൊടുക്കണം.